ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണിംഗ് പ്ലസ് ടു ഇംഗ്ലീഷ്. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠഭാഗമാണ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ക്രിസ്മസിനുള്ള കാർഡും ഗിഫ്റ്റ്സും നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്യുക എന്നതാണ് ഈ പാഠത്തിൻ്റെ ഹെഡിങ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണിത്. ഈ ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമ്മറിയാണ് ഞാനിവിടെ നിന്ന് പറയുന്നത്. പല ക്വസ്റ്റ്യൻസും ഈ പാഠത്തിൽ നിന്ന് വരാം. എങ്ങനെ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ഒരു സമ്മറിയാണിത്. ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യരുത്. ഈ പാഠത്തിൽ നിന്ന് എന്ത് ചോദിച്ചാലും ഇതെങ്കിലും എഴുതി വയ്ക്കുക, ഒരു സമ്മറി എങ്കിലും എഴുതി വയ്ക്കുക. അപ്പോൾ നമുക്ക് സമ്മറി നോക്കാം. ഇറ്റ് ഈസ് എ വൺ ആക്ട് പ്ലേ ബൈ ആർ.എച്ച്. വുഡ്. ആർ.എച്ച്. വുഡ് എഴുതിയ ഒരു വൺ ആക്ട് പ്ലേ ആണ് പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ദി ആക്ഷൻ ഓഫ് ദി പ്ലേ ടേക്ക് പ്ലേസ് ഇൻ എ വില്ലേജ് പോസ്റ്റ് ഓഫീസ്. ഈ ഡ്രാമ നടക്കുന്നത് വില്ലേജ് പോസ്റ്റ് ഓഫീസിൽ വെച്ചാണ്. ദി പോസ്റ്റർ ഇൻ എ പോസ്റ്റ് ഓഫീസ് urges കസ്റ്റമേഴ്സ്. പോസ്റ്റ് ഓഫീസിൽ ഒരു പോസ്റ്റർ ഉണ്ട്. അത് കസ്റ്റമേഴ്സിനോട് പറയുന്നത് എന്താണ്? ടു പോസ്റ്റ് ദിയർ കാർഡ്സ് ഏർലി ഫോർ ക്രിസ്മസ്. നിങ്ങളുടെ കാർഡ്സും ഗിഫ്റ്റ്സൊക്കെ പോസ്റ്റ് ചെയ്യണം ഏർലി, വളരെ നേരത്തെ, ഫോർ ക്രിസ്മസിനുള്ളത്. മിസ്സിസ് സ്മിത്ത് ആൻഡ് മിസ്സിസ് ജോൺസ് ആർ ദി ഏർലി കസ്റ്റമേഴ്സ് ഓഫ് ദി ഡേ. ആ ഒരു ദിവസത്തെ ആദ്യത്തെ കസ്റ്റമേഴ്സ് ആയിരുന്നു മിസ്സിസ് സ്മിത്ത് ആൻഡ് മിസ്സിസ് ജോൺസ്. എ ഡീഫ് ഓൾഡ് ജെന്റിൽമാൻ, എ ഫസി ഓൾഡ് ലേഡി, ഫാർമർ, മിസ്റ്റർ ബ്രൗൺ, മിസ്സിസ് ഹിഗിൻസ് ആൻഡ് ഹെർ സൺ ബെർട്ടി ഓൾസോ ജോയിൻ. അതിനുശേഷം ആരൊക്കെ പോസ്റ്റ് ഓഫീസിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഡീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവി കേൾക്കാത്തതിനർത്ഥം. ഡീഫ് ഓൾഡ് ജെന്റിൽമാൻ, ചെവി കേൾക്കാത്ത ഒരു ഓൾഡ് ജെന്റിൽമാനും. ഫസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കലപില സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഓൾഡ് ലേഡി. പിന്നെ ഫാർമർ, മിസ്റ്റർ ബ്രൗൺ, മിസ്സിസ് ഹിഗിൻസ് ആൻഡ് ഹെർ സൺ ബെർട്ടി. തൻ്റെ മകളായ ബെർട്ടിയും അവിടെ ജോയിൻ ചെയ്തു. ദി ഫാർമർ ടോക്സ് എബൌട്ട് എ ടൈം ബോംബ് ഫൗണ്ട് ഇൻ എ ലണ്ടൻ പോസ്റ്റ് ഓഫീസ്. ആ സമയത്താണ് ഇവരെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന തരത്തിലൊരു വാർത്ത അവിടെ മൊത്തം സ്പ്രെഡ് ആവുന്നത്. നമ്മുടെ ഫാർമർ ന്യൂസ് പേപ്പർ ഉറക്കെ വായിക്കുന്നു. ന്യൂസ് എന്തായിരുന്നു? ലണ്ടനിൽ ഏതോ പോസ്റ്റ് ഓഫീസിൽ ടൈം ബോംബ് കണ്ടെത്തിയെന്ന്. ഇത് കേട്ടപ്പോൾ എല്ലാവരും പേടിച്ചു. കാരണം എന്താ? ഇപ്പം എല്ലാവരും നിൽക്കുന്നത് പോസ്റ്റ് ഓഫീസിലാണല്ലോ. ഇവർ നിൽക്കുന്ന പോസ്റ്റ് ഓഫീസിലും ടൈം ബോംബ് ഉണ്ടാകുമോ എന്ന പേടി എല്ലാവർക്കും ഉണ്ടായി. ആ സമയത്താണ് എ ഫോറിൻ ടൂറിസ്റ്റ് കംസ് വിത്ത് എ ലാർജ് ആൻഡ് നീറ്റ്ലി പാക്ഡ് പാർസൽ. ആ സമയത്ത് ഒരു ടൂറിസ്റ്റ് കടന്നു വരികയാണ്. കയ്യിൽ വലിയൊരു പാർസൽ, നീറ്റ്ലി പാക്ഡ് പാർസൽ, തൻ്റെ ഫ്രണ്ടിന് ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് പോസ്റ്റ് ഓഫീസ് വഴി കൊടുക്കാൻ വന്നതാണ്. അത് കണ്ട് അവർ പേടിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു പാർസൽ അവരാദ്യമായിട്ടാണ് കാണുന്നത്. യൂസ് ദി പാർസൽ ബട്ട് ഫോർഗെറ്റ് ടു ടേക്ക് ഹിസ് ഗ്ലൗസ്. ആ പാർസലിന് വെയിറ്റ് നോക്കി അതിന് ക്യാഷൊക്കെ കൊടുത്തു. പക്ഷെ ആ സമയത്ത് ഗ്ലൗസ് എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് ആ ടൂറിസ്റ്റ് അവിടെ നിന്ന് പോയി. ബെർട്ടി ഹിയേഴ്സ് എ ഫണ്ണി സൗണ്ട്. ബെർട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫണ്ണി സൗണ്ട് കേട്ടു. കമ്മിങ് ഫ്രം ദി പാർസൽ. ടൂറിസ്റ്റ് കൊണ്ടുവന്ന പാർസലിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു ആ ഫണ്ണി സൗണ്ട് വന്നത്. അതിൽ ടിക് ടിക് സൗണ്ട് കേട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പേടിച്ചു. കാരണം നേരത്തെ ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ടായിരുന്നു ബോംബിൻ്റെ കേസ്, ടൈം ബോംബിൻ്റെ കേസ്. അപ്പോൾ ഇതിനും ടിക് ടിക് സൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് ടൈം ബോംബാണോ എന്ന് എല്ലാവരും പേടിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഹി ഗോസ് ഔട്ട് ടു കോൾ എ പോലീസ്. അവർക്ക് ഇത് തൊടാൻ പേടിയായതുകൊണ്ട് അവർ പോലീസിനെ വിളിച്ചു. ഹു കംസ് ആൻഡ് എക്സാമിൻ ദി പാർസൽ. അങ്ങനെ പോലീസ് വന്ന് പാർസൽ നോക്കി. ദി പോസ്റ്റൽ അസിസ്റ്റൻസ് ബ്രിങ് എ ബക്കറ്റ് ഓഫ് വാട്ടർ. പോലീസിനും പേടിയായിരുന്നു, സ്വന്തം ജീവനെ നോക്കണമല്ലോ. ആ ടിക് ടിക് സൗണ്ട് കേട്ടിട്ട് പോലീസ് അവിടുത്തെ പോസ്റ്റൽ അസിസ്റ്റൻസിനോട് പറഞ്ഞു, ബ്രിങ് എ ബക്കറ്റ് ഓഫ് വാട്ടർ. ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരാനാണ് പറഞ്ഞത്. ആ സമയത്ത് ദി ടൂറിസ്റ്റ് കംസ് ബാക്ക്. ആ ടൂറിസ്റ്റ് തിരിച്ചു വന്നു. വാച്ചസ് ദി പോലീസ്മാൻ പ്ലഞ്ചിങ് ഹിസ് പാർസൽ ഇൻ വാട്ടർ. ആ സമയത്ത് ടൂറിസ്റ്റ് എന്താണ് കാണുന്നത്? താൻ വളരെയധികം നീറ്റായിട്ട് കെട്ടിവെച്ച തൻ്റെ പാർസൽ പോലീസും എല്ലാവരും കൂടിയിട്ട് വെള്ളത്തിൽ മുക്കുകയാണ്. കാരണം ടൈം ബോംബാണെന്ന് കരുതിയിട്ടാണ്. ആ ഒരു ടിക് ടിക് സൗണ്ട് കേട്ടതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ബക്കറ്റിൽ മുക്കുന്നത്. ടൂറിസ്റ്റിന് അത് കണ്ടപ്പോൾ നല്ല ദേഷ്യമായി. ടൂറിസ്റ്റ് പറയുന്നുണ്ട്, പോസ്റ്റ് ഓഫീസിലേക്ക് വന്ന പാർസൽ എന്താ നിങ്ങൾ ബക്കറ്റിലൊക്കെ മുക്കുന്നത്? ഗിഫ്റ്റ് എന്തിനാണ് നിങ്ങൾ കേടുവരുത്തുന്നതെന്നൊക്കെ ടൂറിസ്റ്റ് ചോദിക്കുന്നുണ്ട്.
ടൂറിസ്റ്റ് ആ ടൈമിൽ തിരിച്ച് വന്ന ടൈമിലാണ് ഈ കാഴ്ചകൾ കാണുന്നത്. ദി പ്ലേ എൻഡ്സ് വിത്ത് എ ത്രെഡ്. അങ്ങനെ ഈ ഡ്രാമ എങ്ങനെയാണ് അവസാനിക്കുന്നത്? ഓഫ് ലീഗൽ ആക്ഷൻ ബൈ ദി ടൂറിസ്റ്റ്. ഈ ടൂറിസ്റ്റ് ഇവർക്കെതിരെ ലീഗൽ ആക്ഷൻ കൊടുക്കുകയാണ്. ആക്ച്വലി ആ ടിക് ടിക് സൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഗിഫ്റ്റ് ചെയ്യാൻ പാർസൽ ചെയ്തത് ക്ലോക്കായിരുന്നു. അത് വർക്ക് ചെയ്യുന്ന സൗണ്ടാണ് ആ ടിക് ടിക് എന്നത്. എന്നിട്ട് ടൂറിസ്റ്റ് എന്ത് പറഞ്ഞു? ഇനി ഒരിക്കലും ഞാൻ ഇന്ത്യയിൽ എൻ്റെ സാധനങ്ങൾ ഒരാൾക്കും സെൻഡ് ചെയ്യൂല, ലീഗൽ ആക്ഷൻസ് എടുക്കൂ എന്ന് പറഞ്ഞ് ഈ പ്ലേ അവസാനിക്കുകയാണ്. ഇത് സിമ്പിളായൊരു സ്റ്റോറിയാണ്. എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.